ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? പിന്നെ ഇപ്പോൾ സമയം 11:28. അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളും ഇന്നത്തെ വിശേഷങ്ങളും പറയാനുള്ളത്, ഇന്നലെ പിന്നെ ബാത്റൂം ക്ലീനിങ്ങിന് ശേഷം ബാത്തിങ്, അത് കഴിഞ്ഞ് നിസ്കാരം, ലഞ്ച് എല്ലാം കഴിഞ്ഞ് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് എൻ്റെ വീടിനടുത്തുള്ള ഒരു അയൽവാസി ഫ്രണ്ട് വിളിച്ചത്. പറഞ്ഞു വരുമ്പോൾ എൻ്റെ ഇക്കൻ്റെ ഒരു ബന്ധുവാണ്. അപ്പോൾ അവരുമായിട്ട് കുറേ വീട്ടുകാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇരിക്കുമ്പോഴാണ് പിന്നെ ഇക്കൻ്റെ രണ്ടാമത്തെ മൂത്താപ്പൻ്റെ മൂത്ത മോള് വന്നത്. അപ്പോൾ അവരെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. 2 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവരായിട്ട് കുറച്ച് നേരം സംസാരിച്ച് ഇരുന്ന് അസർ ബാങ്കൊക്കെ കഴിഞ്ഞ് പിന്നെ മോള് വന്നു. മോള് വന്നപ്പോൾ പിന്നെ അവൾക്ക് മദ്രസയിൽ പോകാനുള്ളതാണല്ലോ. അപ്പോൾ അവൾക്ക് ഇന്നലെ പുറത്തുകാല് ജ്യൂസ് അടിച്ചിട്ട് അത് അങ്ങനെ കൊടുത്തു. പിന്നെ അതിലേക്ക് കോക്കനട്ട് ബിസ്ക്കറ്റും കൊടുത്തു. അത് കഴിഞ്ഞ് അവൾ പിന്നെ കുളി കഴിഞ്ഞ് മദ്രസയിൽ പോയി. പിന്നെ രാത്രി 8:30 ആയപ്പോഴേക്ക് പിന്നെ മോളേക്കൊക്കെ വന്ന് ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്നലെ ഉമ്മയും സിസ്റ്ററും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്യൂമറേഷൻ്റെ കാര്യം പറഞ്ഞിട്ട്. പിന്നെ രാത്രിയിൽ എനിക്ക് വേഗം ഉറക്കം വന്നു. അപ്പോൾ ഇക്ക അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉറങ്ങിയത്. രാത്രി എൻ്റെ അടുത്ത് വന്നപ്പോഴേക്ക് ഞാൻ ഉറങ്ങിയിട്ടുണ്ട് ഏകദേശം. പിന്നെ ഇന്നലെ നല്ല ഉറക്കമായിരുന്നു എനിക്ക്. ഒരു ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, തലവേദന, ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ. അങ്ങനെ ഇന്ന് കിച്ചണിൽ കയറിയിട്ട് പിന്നെ ചോറ് വെച്ച്, അത് കഴിഞ്ഞ് പിന്നെ മഷ്റൂം വരട്ടി. അപ്പോൾ ഇന്ന് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പപ്പായ എടുത്ത് നോക്കിയപ്പോൾ ആദ്യം ഒരു പപ്പായ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ അത് കട്ട് ചെയ്തപ്പോൾ അത് ഏകദേശം പഴുത്തിട്ടുണ്ട്. രണ്ടാമതൊന്നും കൂടെ എടുത്തു, അതും പഴുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കറി ഉണ്ടാക്കാനൊരു സാധനമില്ല. പിന്നെ പച്ചക്കായ കറി വെക്കണ്ടെന്ന് കരുതിയിട്ട് വെക്കാത്തതാണ്. പിന്നെ മഷ്റൂം വരട്ടി. ഇന്ന് ഫിഷ് കിട്ടിയിട്ടില്ല. പിന്നെ ഇന്നിപ്പോൾ ഓംലെറ്റ് ഫ്രൈ ചെയ്യേണ്ടി വരും, ഓംലെറ്റ് ഉണ്ടാക്കേണ്ടി വരും. പിന്നെ വേറെ കറികളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പിന്നെ വഴുതനങ്ങ എടുത്തിട്ട് അത് ഉപ്പേരി വെച്ച്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉഴുന്നുദോശ, മഷ്റൂം, ലഞ്ചിന് മഷ്റൂം, പിന്നെ വഴുതനങ്ങ ഉപ്പേരി, പപ്പടം, ഓംലെറ്റ്, ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡ്. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സാധാരണ ഒരു പണക്കാരനായിക്കോട്ടെ പാവങ്ങളായിക്കോട്ടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, നിത്യജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് പിന്നെ റൈസ്, ഗോതമ്പ്, വെജിറ്റബിൾസ്, അതുപോലെ ഫിഷ്, മട്ടണ്, ബീഫ്, ചിക്കന്, പാല്, മുട്ട, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ നിത്യ ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ്. ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് പലരും അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതമാണ്. പണക്കാർക്ക് പിന്നെ ഓക്കെ, അവർ ചിലവാക്കുന്നതിന് ചിലപ്പോൾ കണക്കുണ്ടാവില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഒരു നല്ലൊരു ആരോഗ്യം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മുടെ ഒരാളുടെ ചിലവിന് തന്നെ ഏകദേശം 10,000 ചിലവാക്കേണ്ടി വരും. പിന്നെ നമുക്ക് നല്ലൊരു ആരോഗ്യം സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തേണ്ട അല്ലെങ്കിൽ കഴിക്കേണ്ട വസ്തുക്കളാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. എങ്കിൽ നല്ലൊരു ആരോഗ്യം സൃഷ്ടിച്ചെടുക്കാൻ കഴിയുള്ളൂ. പിന്നെ പലരും വൈറ്റമിൻസിൻ്റെ അഭാവം മൂലം പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് മെഡിസിൻ കഴിക്കുന്നു. ശരിക്ക് നമ്മുടെ ആഹാരമാണ് ഔഷധം. അതിൽ നമ്മുടെ ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള മിനറൽസ്, വൈറ്റമിൻസ് ഒക്കെ നമ്മൾ സ്വീകരിക്കേണ്ടത്.
അപ്പോൾ മാക്സിമം മരുന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. അവരെന്ത് കഴിക്കുന്നു അതാണ് നമ്മൾ ഫോളോ ചെയ്യുക. സാധാരണ പഴയ ആളുകളൊക്കെ അങ്ങനെ അവരെന്താ ഉണ്ടാക്കുന്നത് അത് ഇവിടെ ഉണ്ടാക്കും. ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അതാണ് നമ്മൾ കഴിക്കേണ്ടത്. നമ്മുടെ ശരീരത്തിന് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെന്ത് കഴിക്കുന്നു, മറ്റുള്ളവർ എന്ത് കുടിക്കുന്നു അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് നമ്മുടെ ആവശ്യങ്ങൾ, നമുക്ക് എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഓരോ സിഗ്നൽ വരും. ഇപ്പോൾ ചില ഭക്ഷണങ്ങൾ കണ്ടാൽ അത് കഴിക്കാനുള്ള ഒരു ഇഷ്ടം നമുക്ക് തോന്നും, അപ്പോൾ നമുക്ക് കഴിക്കാം. പിന്നെ ചില ഭക്ഷണം ഇപ്പോൾ ഫിഷ് ആയിക്കോട്ടെ, മറ്റുള്ള വെജിറ്റബിൾസ് ആയിക്കോട്ടെ, നമുക്കത് കഴിക്കാൻ തോന്നൂല. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മളത് കഴിക്കാൻ റിജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം നമ്മൾ മാക്സിമം നമ്മുടെ ശരീരം സംരക്ഷിക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ അനാവശ്യമായിട്ടുള്ള ഫുഡ്, ജങ്ക് ഫുഡൊക്കെ മാക്സിമം ഒഴിവാക്കാം. പിന്നെ പറയാനുള്ളത് ഡ്രസ്സ്. ഇപ്പോൾ ഞാൻ പുറത്ത് ഉണക്കാനിട്ടിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് നൈറ്റി അല്ലെങ്കിൽ മാക്സി. ഞാൻ രണ്ടായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ രാത്രിയിൽ മാത്രം ഇടാറുണ്ട്, ചിലപ്പോൾ പകലിലും ഇടാറുണ്ട്. അത് എപ്പോഴൊന്നുമല്ല. ഇവിടെ ഇക്കക്ക് ഞാൻ മാക്സി ധരിക്കുന്നത് ഇഷ്ടമല്ല. എന്നോട് പറയും മാക്സി കണ്ടാൽ കീറിയിടും, ചിലപ്പോൾ പിടിച്ച് വലിക്കും. അപ്പോൾ മാക്സി അവർക്ക് ഞാനത് ധരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ ഡ്രസ്സിൽ ഏറ്റവും വില കുറഞ്ഞ ഡ്രസ്സാണ് അത്, ഈ രണ്ട് നൈറ്റി അല്ലെങ്കിൽ മാക്സി. ഒരു 250 രൂപ വരും. ഇത് തിരൂരങ്ങാടി ആയിഷയെന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ 1.5 വർഷമായി എടുത്തിട്ട്, 1.5 വർഷത്തിന് മുകളിലായി. എപ്പോഴൊന്നും ഉപയോഗിക്കാറില്ല. നമ്മളെവിടെയെങ്കിലും പോയിട്ട് വരുന്ന് കുളിച്ച് ഡ്രസ്സ് മാറുമ്പോൾ അങ്ങനെ ഉപയോഗിക്കും. പിന്നെ ചില ദിവസങ്ങളിൽ പിന്നെ ഇടണം തോന്നിയാൽ അങ്ങനെ ഇടും. പിന്നെ രാത്രിയിൽ ഉപയോഗിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴുള്ള മാക്സി. വേറെ മാക്സി ഒന്നും എൻ്റെ അടുത്തില്ല. പിന്നെ വേറൊരു നൈറ്റിയും കൂടെ ഉണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന 2 മാക്സി ഇതാണ്. ഇതല്ലാതെ വേറെ മാക്സി എൻ്റെ അടുത്തില്ല. കോട്ടൻ്റെ വേറെ ഇതിലൊന്നും എൻ്റെ അടുത്ത് മാക്സി ഇല്ല. പിന്നെ മാക്സി എടുക്കാൻ പറഞ്ഞൊക്കെ എടുത്ത് തരില്ല. മാക്സി നമുക്ക് വേണ്ടി വരും. പല സമയങ്ങളിൽ നമുക്ക് മാക്സി അത്യാവശ്യമാണ്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പിന്നെ പിങ്കിലാണ് വരുന്നത്. അപ്പോൾ പിന്നെ കാണിക്കാനുള്ളത്, ഇത് മിനിയാന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നതാണ്. ഇക്ക ഓർഡർ ചെയ്തൊരു ഗ്ലൗസാണ്, കണ്ടോ. അപ്പോൾ ഇതെന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇക്ക കൈക്കോട്ട് മഴയൊക്കെ പിടിക്കുമ്പോൾ, അതുപോലെ ഗാർഡനിങ് ടൂൾസ് കണ്ടോ, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലൗസ് മേടിച്ചിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഇന്ന് മെയിനായിട്ട് പറയാനുള്ളത് ഗാർഡനിങ് ടൂൾസിനെ കുറിച്ചാണ്. അതിനു മുമ്പ് പിന്നെ ഇന്ന് ഇപ്പോൾ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം പുതിയ വീട്ടിലേക്ക് വന്ന് വീട് അടിച്ചൊരിക്കൊണ്ട് ഇരിക്കുന്ന സമയത്താണ് രാവിലെ തന്നെ 7 മണിക്ക്, 8 മണിക്ക്, 9 മണീൻ്റെ സമയത്തൊക്കെ ഉമ്മയും സിസ്റ്ററും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, രാവിലെ ഞാൻ ഫോണ് ഉപയോഗിക്കാറില്ല. ഫോണ് നോക്കാറേ ഇല്ല. വല്ലപ്പോഴും ചാർജിലിട്ട് പോകുന്നല്ലാതെ രാവിലെ ഞാൻ ഫോൺ എടുക്കാറില്ല. നേരെ കിച്ചണിൽ പോയിട്ട് കിച്ചണിലെ പണികളെല്ലാം കഴിഞ്ഞ് പിന്നെ പുതിയ വീട്ടിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഫോണ് നോക്കുക. അപ്പോൾ ആ സമയത്ത് ആര് വിളിച്ചാലും എനിക്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ എടുക്കില്ല. ഞാൻ വാട്സപ്പോ കോളോ ഒന്നും ഞാൻ നോക്കാറില്ല.
രാവിലെ 7 മണിൻ്റെ സമയത്തും അത് ഞാനിപ്പോഴാണ് കണ്ടത് മിസ് കോള്. പക്ഷേ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 9 മണി സമയത്ത്. അപ്പോഴാണ് ഞാൻ അടിച്ചു വരുന്നത്. അതിനിടയിലാണ് ഉമ്മയും സിസ്റ്ററും വിളിച്ചത്, വലിയ സിസ്റ്റർ വിളിച്ചത് എന്യൂമറേഷൻ ഫോം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് വീട് തുടക്കാനൊരുങ്ങുമ്പോഴാണ് സീനറി സെയിൽസ്മാൻ വന്നത്. അപ്പോൾ പഴയ മൊബൈൽ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു അതിൻ്റെ ഇടയിൽ. അപ്പോൾ പഴയ മൊബൈലൊക്കെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്, ഞാൻ ആർക്കും കൊടുക്കാറില്ല. പിന്നെ സീനറി വേണമെന്ന് ചോദിച്ചു. പല ഐറ്റംസ് എനിക്ക് കാണിച്ചു തന്നു, എനിക്കിഷ്ടമായില്ല, ഞാൻ മേടിച്ചതുമില്ല. അത് കഴിഞ്ഞ് പിന്നെ വീടെല്ലാം തുടച്ച് വൃത്തിയാക്കി പിന്നെ ഡ്രസ്സൊക്കെ അലക്കി പുറത്തിട്ട് തിരിച്ചു പോരുമ്പോഴാണ് തൊപ്പപ്പുഴു മേല് വന്നത്, പാറി വന്നത്. ഇപ്പോൾ തൊപ്പപ്പുഴുവിൻ്റെ കാലം തോന്നുന്നു. ആ തൊപ്പപ്പുഴു നമ്മളെ ശരീരത്തിൽ ടച്ച് ചെയ്യണമെന്നില്ല, അത് എൻ്റെ ഡ്രസ്സിലോ അല്ലെങ്കിൽ പുറത്തോ കണ്ടാൽ മതി, എനിക്ക് ചൊറിച്ചിൽ തുടങ്ങും, കണ്ണ് ആദ്യം ചൊറിയും. അപ്പോൾ മുഖത്തൊക്കെ പറയുമ്പോൾ എൻ്റെ ബോഡിയിലൊന്നും തട്ടിയിട്ടില്ല, അപ്പോഴത്തിന് മുഖത്തൊക്കെ ഒരു അടയാളം വന്നിട്ടുണ്ട്. തൊപ്പപ്പുഴു ചൊറിഞ്ഞാൽ അല്ലെങ്കിൽ മേലുണ്ടായാൽ അതിൻ്റെ ചൊറിച്ചിൽ അസഹ്യമായതാണ്. അങ്ങനെ ഞാൻ ബാസ്ക്കറ്റ് ക്ലിയറിങ്ങൊക്കെ കഴുകി. അപ്പോൾ ബാസ്ക്കറ്റ് തട്ടി പോകുമ്പോൾ ഇതെല്ലാം മോള് ബാസ്ക്കറ്റിൽ കൊണ്ടുവന്നിട്ടിക്കുക. ഇതെൻ്റെ കല്യാണത്തിന് 2013 എടുത്തതാണ്. ഈ ഒരു ക്രാബ് ഈ കളറിൽ എനിക്ക് ഡ്രസ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് മാച്ചായിട്ട് നാത്തൂൻ്റെ മോള് സെലക്ട് ചെയ്തതാണ്. എൻ്റെ കല്യാണ ഡ്രസ്സ്, വെഡ്ഡിങ് ഡ്രസ്സ്, ഇതുപോലുള്ള മേക്കപ്പ്, വള, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നാത്തൂൻ്റെ കളക്ഷനായിരുന്നു. ചപ്പൽ, ബാഗ്, അതെല്ലാം നാത്തൂൻ്റെ മോളെ സെലക്ഷനാണ്. ഇതൊക്കെ അന്ന് കുറച്ച് യൂസ് ചെയ്തു എന്നല്ലാതെ പിന്നെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോന്ന്, ഇതിൻ്റെ ചിലതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോന്നിട്ടുണ്ട്. ക്രാബിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ മോള് ഞാനിത് പിന്നെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് നന്നാക്കി എടുക്കാമെന്ന് വെച്ച് കരുതി അവിടെ വെച്ചതാണ്. അപ്പോൾ അത് മോക്കത് ആവശ്യമില്ല, മോളത് കൊണ്ടുവന്ന് ബാസ്ക്കറ്റിലിട്ടു. ഞാനത് എടുത്തിട്ട് നേരാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. പിന്നെ പറയാനുള്ളത് ഗാർഡനിങ് ടൂളാണ്. ഇതിൽ 5 തരം ഗാർഡനിങ് ടൂള് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന ടൂളാണ് ഹാൻഡ് ട്രോവൽ. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ പോട്ടിങ് മിക്സ് ചെയ്യാൻ, നമ്മൾ ഇപ്പോൾ മണ്ണൊക്കെ എടുത്തിട്ട് ചട്ടിയിൽ നിറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹാൻഡ് ട്രോവൽ യൂസ് ചെയ്യുന്നത്. പിന്നെ കാണുന്നതാണ് ഹാൻഡ് ഫോർക്ക്. കട്ടിയായ മണ്ണൊക്കെ ഇളക്കി മറിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ പിന്നെ മണ്ണുകളൊക്കെ കുത്തി ഇറക്കി പുല്ലുകളുടെ ഇടയിലുള്ള കല്ലും ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ഹാൻഡ് ഫോർക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ കാണുന്നതാണ് വീഡർ. ചെടികൾക്ക് കേടാക്കാത്ത വീഡ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ മണ്ണ് കുത്തി ഇളക്കാനും തൈകളൊക്കെ നടാനും ഉപയോഗിക്കും. പിന്നെ കാണുന്നതാണ് ട്രാൻസ്പ്ലാന്റർ, കുഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കുഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹാൻഡ് കൾട്ടിവേറ്റർ, ഈ റൂട്ട്സിന് ചുറ്റുമുള്ള സോയിൽ എയറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ്, പുല്ലൊക്കെ മാന്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അത് വായിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ടൂള് നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ മണ്ണൊക്കെ നിറക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ നമുക്ക് പുല്ലൊക്കെ കൈകൊണ്ട് പറിക്കുമ്പോൾ ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മാന്തി എടുത്താൽ പെട്ടെന്ന് ഇളകിപ്പോരും. അപ്പോൾ ഇങ്ങനെയുള്ള ടൂൾസൊക്കെ എപ്പോഴും നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ 1.5 വർഷം മുമ്പ് മേടിച്ചതാണ്, എനിക്ക് വളരെ ഉപകാരമായിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത്, പിന്നെ കാര്യമായിട്ടൊന്നും പറയാനില്ല, കൂടുതൽ വിശേഷങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അങ്ങനെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള വിവരങ്ങൾ
നാളത്തെ വിവരങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ പറയാം. ഓക്കെ, അസ്സലാമു അലൈക്കും.